ഹലോ, അടിപൊളി ചീസ് ബോളിൻ്റെ റെസിപ്പിയാണേ. പൊട്ടറ്റോ ചീസ് ബോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റാണേ. കുട്ടികൾക്കും വലിയാക്കലും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാം. മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഉപ്പൊന്നും ചേർക്കണ്ട. 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടോ ചോപ്പ് ചെയ്തിട്ടോ എടുക്കാം. പിന്നെ ബോയിൽ ചെയ്തെടുത്ത പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 പീസ് ബ്രെഡ് സൈഡ് ബ്രൗൺ പാർട്ട് കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ചോപ്പ് ചെയ്തെടുത്ത മിക്സും 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് അതെന്തായാലും ചേർക്കണേ. ഒരു പുളി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ ഏത് ചീസായാലും യൂസ് ചെയ്യാം. മൊസറല്ല ആയ ഒന്നും കൂടി നല്ലത്. ഇനി ഈ പൊട്ടറ്റോൻ്റെ മിക്സ് ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ചീസ് അതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചുകൊടുത്തിട്ട് ബോൾസാക്കി എടുക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ളൊരു സ്ലറി ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂണ് മൈദ, അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും പിന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിന് പകരം കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഇത് ഓരോ ബോൾസ് എടുത്തിട്ട് സ്ലറിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഒരു ബോക്സിലെങ്ങനെ ആക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്താൽ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്കിത് ഫ്രീസ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ. ചൂട് കുറവാണെങ്കിൽ എണ്ണ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പം ഒരു അത്യാവശ്യം ചൂടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമല്ലോ. പിന്നെ ചീസ് വരുന്ന ഏത് ഐറ്റവും നമ്മൾ ചൂടോടുകൂടി സെർവ് ചെയ്യാൻ നോക്കാം. അപ്പം നല്ല ചീസ് മെൽട്ടായിട്ട് നിൽക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതാ കരിഞ്ഞു പോകാണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പം കോരിയെടുക്കാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചീസ് ബോളല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെ ചീസ് മെൽട്ടായി നിൽക്കുന്ന സമയത്ത് തന്നെ കഴിക്കണം. കുറച്ച് തണിയുമ്പം ചീസ് ഒരു ചൂയി ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ മെൽട്ടായ സമയത്ത് തന്നെ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാം. നല്ല അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.